everyone, welcome to Roshnisfoodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കട്ട്ലേറ്റ് ഏതാണെന്നറിയോ? നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചെറുപയർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വരുന്നത് കഞ്ഞി, ചെറുപയർ തോരൻ, അല്ലെങ്കിൽ ചോറും കൂടെ ചെറുപയർ തോരൻ വെക്കുക, കറി വെക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ട് അടിപൊളി കട്ട്ലേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റമാണ് ചെറുപയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പയറാണെങ്കിലും കടലയാണെങ്കിലും എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു ഐറ്റമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ചെറുപയർ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ചെറുപയറിന്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ഞാനിവിടെ 1 കപ്പ് ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി കുതുക്കാൻ മറന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ പയറൊക്കെ ആണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ നന്നായിട്ട് അടച്ചു വെച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ചെറുപയറിനെ വേവിച്ചെടുക്കാൻ തുടങ്ങാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമുക്കറിയാം, അതിലേക്ക് കിടക്കാം. അപ്പൊ ഈ നമ്മൾ ചെറുപയറിനെ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. എനിക്കൊരു 2 വിസിൽ മതിയാവും, കാരണം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചതായതുകൊണ്ട് 2 വിസിലാകുമ്പോഴത്തേക്കും നമ്മുടെ പയർ വെന്ത് കിട്ടും. നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ 2 മീഡിയം വലുപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും ഒരു പച്ചമുളക് വട്ടത്തിൽ അരി ചേർക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊന്നും ഇല്ലാതെ നമ്മുടെ കട്ട്ലേറ്റേ ഇല്ല. അപ്പൊ ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി കേട്ടോ, ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ഇഞ്ചിയാണ്, വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ നമ്മുടെ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മസാലയും അതുപോലെ കുരുമുളക് പൊടിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പയറിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് പയറിനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ തവ ഉപയോഗിച്ചോ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. ഇനി അതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പയറിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് തരാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് മിക്സിങ്ങിന്റെ പരിപാടിയാണ്. അപ്പൊ അത് ആദ്യം ചേർക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ചെറുപയറാണ്. ചെറുപയറിനെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചെറുപയർ നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൊട്ടറ്റോ ആണ്. അപ്പൊ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി അതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചു വെച്ചതാണേ. അപ്പൊ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അടുത്തത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയാണ്. ഉള്ളി വഴറ്റി വെച്ചിട്ടില്ല, നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ട് അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ബൗളിലായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സ് എല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. നമുക്കിനി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കട്ട്ലറ്റിനെ ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്തായാലും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് കുറച്ച് നീളത്തിലൊക്കെയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏത് ഷേപ്പാണോ താല്പര്യം അത് ചെയ്തെടുത്തോ കേട്ടോ. നമ്മുടെ ചെറുപയറിന്റെ കട്ട്ലറ്റ് ഒക്കെ നമ്മളിവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് ക്രംസില്. അപ്പൊ ഞാനിവിടെ മുട്ടയാണ് കേട്ടോ എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറോ അതെല്ലാം മൈദയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ മുട്ടയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാമേ. അപ്പൊ ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മുടെ കട്ട്ലേറ്റ്സിനെ.
കട്ട്ലെറ്റ്സ് ഒക്കെ നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നന്നായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പം ഈ അടുത്ത പരിപാടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ പാൻ കാസ്റ്റ് ഓയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ കട്ട്ലെറ്റ്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചെറുപയർ കട്ട്ലേറ്റ്? നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ കട്ട്ലേറ്റിന്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്. അത് മാത്രമല്ല പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന, ഒട്ടും പൊട്ടിയൊന്നും പോകത്തില്ല. നല്ല ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കട്ട്ലേറ്റ് ആണ് ചെറുപയർ കട്ട്ലേറ്റ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും വരാറ് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്ക് കേട്ടോ. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ കട്ട്ലേറ്റ് റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.